ഇന്ന് നമുക്ക് ഈ കാണുന്നൊരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു ചെറിയൊരു ബോ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോ അല്ല, ഒരു ഉണ്ട സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. കാറ്റുപോലെ വന്നു ഞാൻ വീശിടുന്നു മൗനമായി എൻ്റെ ഉള്ളറിഞ്ഞു പോന്നീ എന്നെ കാത്തിരിക്കുവാൻ. അപ്പം ഞാനിവിടെ 2 കളറ് യാണും 4mm ഹുക്കും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബ്രൗൺ കളർ യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ഇടുന്നുണ്ട്. സ്ലിപ്പ് നോട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയിൻ 2 ആണ്. വെറും 2 ചെയിൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഈ 2 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഹുക്ക് യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് പുള്ളപ്പ് എ ലൂപ്പ്, നമ്മളൊരു ലൂപ്പ് ഉണ്ടാക്കുക. ആൻഡ് വീണ്ടും യാൺ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതായത് നമ്മൾ പുള്ളിറ്റ് ചെയ്യണ്ട, നമ്മൾ പുള്ളിറ്റ് ചെയ്യാതെ നമ്മൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 4 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. കണ്ടില്ലേ? ഇനി നമുക്ക് 4 സ്റ്റിച്ച് 4 പ്രാവശ്യം ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മുഴുവനായിട്ട് നമുക്ക് പുള്ളിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പുള്ളിറ്റ് ചെയ്യണം. ഇത് കുറച്ച് ടഫായിരിക്കും ചെയ്യാൻ, കാരണം 4 എണ്ണം ഇല്ലേ, അതുകൊണ്ട് കുറച്ച് ടഫായിരിക്കും. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ടഫുള്ളൂ, സെക്കൻഡ് പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് ശരിയാവും. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ഇടണം. കണ്ടില്ലേ? വീണ്ടും നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇടണം. അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതേപോലത്തെ സാധനമാണ് നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. എത്രയാണോ നമ്മുടെ ഹെയറിൻ്റെ അളവ് അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ചെയിൻസിലല്ല, പകരം ഈ ഒരു ഗ്യാപ്പിലാണ്. കണ്ടില്ലേ? ഈ കാണുന്ന ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് തെറ്റിപ്പോകും. ഇതാണ് ഗ്യാപ്പ്. അപ്പോൾ എല്ലാവരും ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അത് ശരിയാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. അതിനാദ്യം നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ദ ഹുക്ക്, പുള്ളപ്പ് എ ലൂപ്പ്. ആൻഡ് ആദ്യം നമുക്ക് യാൺ ഓവർ ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 4 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പുള്ളപ്പ് എ ലൂപ്പ്, 3, 4. അങ്ങനെ നമ്മൾ 4 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് പുള്ളിറ്റ് ഓവർ, മുഴുവൻ യാൺസിലും പുള്ളിറ്റ് ഓവർ ചെയ്യാം. ആൻഡ് വീണ്ടും നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ആൻഡ് കണ്ടിന്യൂ ദ സ്റ്റെപ്പ്. നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ 4 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. ആൻഡ് എല്ലാത്തിലും ഒന്നിച്ച് പുൾ ഓവർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിവിടെ 4 എണ്ണത്തിലും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് എത്രയാണോ നമ്മുടെ ഹെയർ ബാൻഡിന് ലെങ്ത്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രയും പ്രാവശ്യം നമുക്കത് ചെയ്യാം. ഞാനിപ്പം ഏകദേശം എൻ്റെ ഒരു തലയുടെ അളവിലാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്മോൾ ആവേണ്ടെങ്കിൽ സ്മോൾ സൈസിലാക്കാം, ബിഗ് ആവേണ്ടതെങ്കിൽ ബിഗ് സൈസിലാക്കാം. ഇപ്പം ഞാൻ 3 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. 2 ചെയിൻ സ്റ്റിച്ച് ഇടുക, ബാക്കിയുള്ളത് ഈ കഴിഞ്ഞ വീഡിയോ സ്റ്റെപ്പിൽ കാണിച്ച പോലെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കൊരു 2-3 ഘട്ടം കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈനലി എൻ്റെ തലയ്ക്ക് വേണ്ട അളവ് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 2 ചെയിൻ സ്റ്റിച്ച്, നമുക്ക് വേണ്ട ലെങ്ത് ആയതിനു ശേഷം നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇടാം, 1, 2. അതിനുശേഷം നമുക്കിത് കട്ട് ഓഫ് ചെയ്യാം. 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്കിത് കട്ട് ഓഫ് ചെയ്ത് കളയാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കത് നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കുറച്ച് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കളർ യാൺ എടുക്കാം. ഞാൻ ഈ ഒരു കളർ യാണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ യാണ് നമ്മൾ ആദ്യം ചെയ്തു വെച്ച ആ ഒരു സംഭവത്തിൻ്റെ ലാസ്റ്റ് ഹോളില്ലേ, ഈ വീഡിയോയിൽ കാണിക്കുന്ന ലാസ്റ്റ് ഹോളിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം ജോയിൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒന്ന് നമ്മളത് ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ജോയിൻ ചെയ്യാം.
ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അത് കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ അതിൽ ഒരു ചെയിൻ ഇടും, ഒരു സ്ലിപ്പ് നോട്ട്. അതിൽ തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ വീഡിയോയിൽ കാണും. അതുപോലെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതാ നമുക്കിനി നമുക്ക് ബാക്കിലേക്ക് കൂടി വലിച്ചിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി കൊടുക്കാം. ആ ഹോളിലേക്ക് കൂടി നമ്മുടെ ഹുക്കിട്ട് വലിച്ചാൽ മതി. അന്നേരം നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് കിട്ടും. എൻ്റെ ഈ കോട്ടൺ യാൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നൂലിങ്ങനെ ആയിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നമ്മൾ ഈ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം, അതായത് നമ്മൾ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്റ്റിച്ച് ഇടാം. ശേഷം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റത്തെ ആ ഹോളിൽ തന്നെ, നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്ത ഹോളിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതായത് ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ആൻഡ് ശേഷം നമ്മൾ ഈ വരുന്ന ഗ്യാപ്പ് കണ്ടോ, ഈ നടുക്കുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്യാം, ഏതായാലും പ്രശ്നമില്ല. ഞാൻ ഇവിടെ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ, ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ദ ഗ്യാപ്പ്, then pull up a loop and pull it over first the 2 loops and pull it over the second 2 loops. അങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഡബിൾ ക്രോഷ്യ നമുക്ക് ഈ ഫുൾ ഗ്യാപ്പിൽ ചെയ്യണം കേട്ടോ. ഫുൾ ഗ്യാപ്പിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്നും കൂടി വാച്ച് ചെയ്യാം. ചില സമയത്ത് വീഡിയോ കുറച്ച് മുകളിലേക്ക് പോകുന്നറിയാം. അപ്പോൾ അതില്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യാണ്. സിമ്പിൾ സ്റ്റിച്ചാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ആക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ, അത് മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അതായത് ഫുൾ ഭാഗത്ത് നമുക്കിത് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി വീഡിയോ കാണാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ എന്നുള്ള ഒരു സ്റ്റിച്ച് മറക്കണ്ട. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലാഗാവും. സോ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി കാണാം. അപ്പോൾ ഞാൻ ഇതാ ഫുൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഏകദേശം എൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടോ. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റ് 2 സ്റ്റിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റിച്ച് ചെയ്യാണ്. ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ. കോട്ടൺ യാൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നൂലിങ്ങനെ ആവുന്നത്. ഓക്കെ, ചെയിൻ 1 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതായത് 2 ഡബിൾ ക്രോഷ്യ നമുക്ക് അവിടെ ചെയ്യണം. എൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെയിൻ 1 വേണ്ട. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ സ്ട്രിങ് ഉണ്ടാക്കാം. സ്ട്രിങ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ സ്ട്രിങ് വേണ്ടത് അതിനനുസരിച്ചുള്ള ചെയിൻസ് ഇടാം. ഇപ്പം ഞാൻ ഇടുന്നത് ഒരു 45 ചെയിൻ സ്റ്റിച്ചാണ്. സോ നമുക്ക് ഒരു 45 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാനിപ്പം ഒരു 45 ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 45 ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 സ്റ്റിച്ച് മാർക്ക് ചെയ്തിട്ട് 4ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒരു 4 പ്രാവശ്യം നമുക്കൊരു നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ യാൺ ഓവർ ചെയ്ത് പുള്ളപ്പ ലൂപ്പ് ഉണ്ടാക്കി ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പുള്ളിറ്റ് ഓവർ ചെയ്യാതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് 4 പ്രാവശ്യം ചെയ്യാം. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് എത്രത്തോളം ഇത് പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. 4 ചെയിൻ സ്റ്റിച്ച് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത് മാത്രം. അതിനുശേഷം നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ഇടാം. 1 2 ചെയിൻ സ്റ്റിച്ച് ഇടാം. 3 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഫസ്റ്റ് വരുന്ന ഗ്യാപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം.
സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. യാൺ വലിച്ച് നമുക്ക് 2 യാൺസ് കിട്ടും. ആൻഡ് നമ്മൾ ഫസ്റ്റ് യാൺസിലേക്ക് പുള്ളിറ്റ് ഓവർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ചെയിൻ സ്റ്റിച്ച് മുഴുവൻ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർ ഈ വീഡിയോയിൽ കണ്ടാൽ മതി. എനിക്കതെങ്ങനെ എക്സാക്റ്റ് പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. സോ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണാം, സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രിങ് മുഴുവൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. എന്നാലും നമുക്ക് ആ ഒരു ഇത് കുറച്ച് കട്ടിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പം, ആൻഡ് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഞാൻ ഏകദേശം എൻ്റെ സ്ലിപ്പ് സ്റ്റിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി നമുക്ക് അതർ സൈഡും കൂടി ചെയ്യാനുണ്ട്. സോ അതിന് മുമ്പ് നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനൊരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാണ്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. സോ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. ആൻഡ് ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഗ്യാപ്പിൽ ചെയ്തു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ. നിങ്ങൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടി ആക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ആക്കുമ്പോൾ ഇതിലും കുറച്ച് സ്മോൾ സൈസ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ അതർ സൈഡും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഇതാ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് കഴിഞ്ഞ അതർ സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 then 2 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്ക് സ്ട്രിങ് കൊടുക്കാം. അത് മറ്റേ സൈഡ് എത്രയാണോ സ്ട്രിങ് കൊടുത്തത് അതേ സെയിം സ്ട്രിങ് വേണം കേട്ടോ ഇപ്പുറത്തെ സൈഡും കൊടുക്കാൻ. അതായത് 45 ആണ് അപ്പുറം കൊടുത്തതെങ്കിൽ 45 തന്നെ ഇപ്പുറവും കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ബാൻഡ് തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ ഒരു അളവിൽ തന്നെ ഞാൻ സ്ട്രിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ട്രിങ് കൊടുക്കുമ്പോൾ ഒന്ന് കൗണ്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് സ്ട്രിങ് കൊടുത്തിട്ട് നമുക്ക് കാണാം ബാക്കി. ഓക്കെ, ഇപ്പം ഞാൻ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ആ ഒരു ഉണ്ട സാധനമാക്കാം. അപ്പോൾ 4 ചെയിൻ സ്റ്റിച്ച് നമ്മൾ വിട്ടിട്ട് 4ാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ യാൺ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് പുൾ ഓവർ ചെയ്ത്, പക്ഷെ നമ്മൾ 2 ലൂപ്സിൽ പുള്ളിറ്റ് ഓവർ ചെയ്യുന്നില്ല. നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് 4 പ്രാവശ്യം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 4 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പുൾ ഓവർ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ? ഇനി നമുക്ക് 2, 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 1, 2, 3 ആൻഡ് ഫസ്റ്റ് ഗ്യാപ്പിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഗ്യാപ്പിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ദെൻ നമ്മുടെ സ്ട്രിങ്ങിലെ ബാക്കി ചെയിൻ സ്റ്റിച്ച് മുഴുവൻ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കി ഫുള്ളിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഘട്ടത്തിലെത്തി. ഇനി നമുക്ക് ഫുള്ള് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് നമ്മൾ ചെയ്ത 2 ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാക്കിയാൽ മറ്റേ 2 ചെയിൻ സ്റ്റിച്ചില്ലേ, അതിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് യാൺ വലിച്ച് കട്ട് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. വീഡിയോൻ്റെ മനസ്സിലാവുന്നത് കുറവാണെന്ന് എനിക്ക് അറിയാം, പക്ഷേ എനിക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.
അല്ലാതെ ഇനി ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അതും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ബാൻഡ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.